ഹലോ, എല്ലാവർക്കും ക്രിയേറ്റീവ് വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കല്യാണത്തിനും നിശ്ചയത്തിനും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അതായത് കൻകൻ സാരി ഡ്രപ്പ് വീഡിയോ ആണ്. എലഗൻറ്റ് ലുക്കായിരിക്കും കാണാനായിട്ട്. കണ്ടാൽ ഹാഫ് സാരി പോലെ ഇരിക്കുമെങ്കിലും വേറെ സ്റ്റൈൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് പോവാം. ഞാൻ എടുത്തേക്കുന്ന ലെഹങ്ക വയലറ്റ് കളറാണ്. കുറച്ച് വർക്കൊക്കെ വന്നിട്ട് ലെഹങ്കയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സാരിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. പിങ്ക് ആൻഡ് ബോർഡർ വന്നിട്ടുള്ളൊരു സാരിയാണ്. അപ്പോൾ സാരിയുടെ മുന്താണി ഭാഗം സാരിയുടെ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം അതൊക്കെ അറേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് സാരി ഉടുക്കുന്ന പോലെ തന്നെയാണത്. അപ്പോൾ തോളിലോട്ട് ഇട്ടിട്ട് ബാക്കിയുള്ള പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുന്നതിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പം നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇടുമ്പോൾ അതിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ സാരി എടുക്കുന്ന എത്ര ലെങ്ത്താണ് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ലെങ്ത്ത് എടുക്കേണ്ടത്. ശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് എടുത്തേക്കുന്ന പ്ലീറ്റ്സൊക്കെ കൂടി കൂട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. സാരിയുടെ ലാസ്റ്റ് പ്ലീറ്റ് എടുക്കുക. അത് ഇതുപോലെ ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഒന്ന് മെഷർ ചെയ്യുക. അപ്പോൾ ബാക്കിലാണ് എൻ്റെ പ്ലീറ്റ്സ് വരുന്നത്. ഇത്രയും മെഷർ ചെയ്തിട്ട് ആ ഭാഗം വിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം മുഴുവൻ നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൻകൻ സാരി ഡ്രേപ്പിൻ്റെ പ്ലീറ്റ്സ് വരുന്നത് ഏകദേശം ബാക്ക് സൈഡിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ടുള്ള പ്ലീറ്റ്സാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ സാരി പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് വലിയ പ്ലീറ്റ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അധികം മുഴച്ചൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ പ്ലീറ്റ്സ് എടുക്കുന്നവരുണ്ട്, പക്ഷേ ഇതാവുമ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കും. ബാക്കിലെ പ്ലീറ്റ്സൊക്കെ കാണാനും കുറച്ച് ഭംഗി വലിയ പ്ലീറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിയ പ്ലീറ്റ്സ് എടുക്കുന്നത്. ചെറിയ പ്ലീറ്റ്സ് എടുക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം. പ്ലീറ്റ്സ് എടുത്തിട്ട് ഏകദേശം ഒരു പ്ലീറ്റ് എടുക്കാനുള്ള ഒരു ഭാഗം കൂടി ഞാൻ വിട്ടിട്ടുണ്ട്. അതിനുശേഷം എല്ലാ പ്ലീറ്റ്സും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് മോൾ ഭാഗത്ത് സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഒഴുക്കൻ സാരിയൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ പ്ലീറ്റ്സൊക്കെ താഴെ വരെ ഭംഗിയായിട്ട് കിടന്നോളും. പക്ഷേ ഇത് കുറച്ച് എന്താ പറയുക, ബോർഡർ സാരി ആയതുകൊണ്ട് താഴെ വരെയുള്ള പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മോൾ ഭാഗം തുടങ്ങി താഴെ വരെയുള്ള പ്ലീറ്റ്സൊക്കെ 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്ത് പിടിക്കുക. ലെഹങ്ക കുറച്ച് ലൂസായിട്ടാണ് ഞാൻ കെട്ടിയേക്കണത്. കാരണം ഞാൻ പറഞ്ഞുള്ളൂ, നമ്മൾ ബാക്കിലോട്ടുള്ള പ്ലീറ്റ്സ് ഫ്രണ്ടിലാണ് ടക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്ലീറ്റ്സ് ഒന്നുകൂടി അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാ പ്ലീറ്റ്സും ഏകദേശം കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്നതാണ് കുറച്ചുകൂടി കാണാൻ ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ 1 by 1 എല്ലാ പ്ലീറ്റ്സും കാണുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത്. അതിന് ശേഷം ഒതുക്കിയിട്ട് നമ്മുടെ ലെഹങ്കയിലോട്ട് ഭംഗിയായിട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാരിയുടെ എൻ്റെ ഭാഗം ഒരു പ്ലീറ്റിനുള്ള നമ്മൾ വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ ടക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വലിയ സേഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സും ലെഹങ്കയോട് കൂട്ടിയിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിൽ സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ലെഹങ്കയും പ്ലീറ്റ്സും കൂടി കൂട്ടിയിട്ട് റൈറ്റ് ഭാഗത്തോട്ട് തിരിച്ചുകൊണ്ടിരിക്കാം. ഏകദേശം ബാക്കിലെത്തിയിട്ടുണ്ട് പ്ലീറ്റ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഉടുക്കുക. ഇനി നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ പ്ലീറ്റ്സ് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഞാനിവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ സാരി ഉടുക്കുമ്പോൾ എൻ്റെ ഭാഗം കെട്ടുമല്ലോ, അങ്ങനെ കെട്ടി വെച്ചാണ്. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ വിട്ട പ്ലീറ്റ്. ഒരു സിംഗിൾ പ്ലീറ്റ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതാണ്. അപ്പോൾ റൈറ്റ് സൈഡ് ഏകദേശം ഭംഗിയായിട്ടുണ്ട്. ഇനി വരുന്നത് ലെഫ്റ്റ് ഭാഗമാണ്. ലെഫ്റ്റ് ഭാഗത്ത് നമ്മൾ താഴെ നിന്നുള്ള ഭാഗം, അതായത് നമ്മൾ സാരി ഫോൾഡ് ഉണ്ടല്ലോ, ആ ഭാഗം തുടങ്ങി താഴേന്ന് മുകളിലോട്ട് പ്ലീറ്റ്സ് എടുക്കാനാണ് കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കാം. അപ്പോൾ ബോർഡർ ആണെങ്കിൽ ബോർഡർ അനുസരിച്ചുള്ള പ്ലീറ്റ്സ് എടുക്കാം. അതല്ല ബോർഡർ സാരി അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ബോർഡറിൻ്റെ സൈസ് വെച്ചിട്ടാണ് മേളിൽ വരെ പ്ലീറ്റ്സ് എടുത്തിരിക്കുന്നത്. ഇനി ആ പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ലെഹങ്കയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലെ പ്ലീറ്റ്സ് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒന്ന് കുത്തി കൊടുക്കുക. ഞാനിപ്പോൾ നേരത്തെ ബ്ലൗസിലോട്ട് അത്
സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലൗസിലോട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി വേണമെങ്കിൽ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന ആ ഒരു പ്ലീറ്റും സാരി ബ്ലൗസ് കൂടി കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഭാഗം കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട്. ഇനി ചെറിയൊരു ഹിപ്പ് ചെയിനും കൂടി ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സാരി ഡ്രിപ്പിംഗ് വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി മുകളിലത്തെ പ്ലീറ്റ്സൊക്കെ കയറി വരാതിരിക്കാനായിട്ട് ഒരു സേഫ്റ്റി പിന്നും കൂടി കൂട്ടിയിട്ട് ബ്ലൗസും അതുപോലെ തന്നെ ഈ പ്ലീറ്റ്സ് കൂടി കൂട്ടിയിട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ സ്പെഷ്യലായിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ഈ സാരി ഡ്രിപ്പ് വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.